വീട്ടുപ്രസവത്തിൽ മരണപ്പെട്ട അസ്മയുടെ പ്രസവമെടുത്ത ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയെയും മകൻ അബൂബക്കർ സിദ്ദിഖിനെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അബൂബക്കർ സിദ്ദിഖാണ് ഫാത്തിമയെ സിറാജുദ്ദീന്റെ വീട്ടിലെത്തിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രസവമെടുക്കാൻ സഹായിച്ചു എന്ന് വ്യക്തമാക്കിയാണ് അമ്മയ്ക്ക് പിന്നാലെ മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് മലപ്പുറം പോലീസ് മേധാവി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഫാത്തിമയെയും പിന്നാലെ മകനെയും കസ്റ്റഡിയിലെടുത്തത്. പ്രസവവുമായും മരണവുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയും. ഇവരെ ആശ്രയിച്ച് വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടെന്നാണ് വിവരം. അസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുകയാണ്. വയോധികയായ സ്ത്രീ ശ്വാസം മുട്ടി മരിച്ചെന്ന് പറഞ്ഞാണ് അസ്മയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിച്ചത്. തുടർന്ന് മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ചെങ്കിലും ബന്ധുക്കൾ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്ന സമയം ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്ന് ആംബുലൻസ് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. തുടർന്ന് കസ്റ്റഡിയിലുള്ള സിറാജുദ്ദീനെ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് ഫാത്തിമയാണ് പ്രസവമെടുക്കാൻ വന്നതെന്ന് മൊഴി നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ അസ്മ എന്ന 35-കാരി മരിച്ചത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.